ജീർണാവസ്ഥയിൽ തകർന്നു വീഴാറായ വീട്ടിൽ വീട്ടമ്മയും 2 പെൺമക്കളും. ഭവന പദ്ധതിയിൽ 4 വർഷം മുൻപ് സർക്കാർ ഫണ്ട് അനുവദിച്ചെങ്കിലും വില്ലേജ് അധികൃതരുടെ ഇടപെടലിൽ ഫണ്ട് ലഭിച്ചില്ലെന്നാണ് ആക്ഷേപം. കുണ്ടറ പെരുമ്പുഴ സ്വദേശിനി റഹീനയും മക്കളുമാണ് ജീർണാവസ്ഥയിലുള്ള വീട്ടിൽ കഴിയുന്നത്. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എനിക്ക് വില്ലേജ് ഓഫീസർ ഒരു ഒപ്പിന്റെ മാത്രം കാര്യം മാത്രമുള്ള ആ പേപ്പറിന് വേണ്ടിയിട്ട് അവര് ഇതിന് നിൽക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്ത് ഞാനും എന്റെ മക്കളും തെരുവിൽ ഇറങ്ങാനുള്ള അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പെരുമ്പുഴ ചേരിയിൽ ചരുവിള പുത്തൻ വീട്ടിൽ റാഹിനെയും 2 പെൺമക്കളും താമസിക്കുന്ന വീടാണ് തകർന്ന് ജീർണാവസ്ഥയിലുള്ളത്. സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ 4 വർഷം മുമ്പ് വീടിന് ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ വില്ലേജ് അധികൃതർ അനുവാദം നൽകാത്തതിനാൽ ഫണ്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല. റാഹിന തന്റെ ആഭരണങ്ങൾ ഉൾപ്പെടെ കടപ്പെടുത്തി 8 വർഷം മുമ്പ് സ്ഥലം മേടിച്ചിരുന്നു. ആ 3.5 സെന്റ് വസ്തുവിന് നടപടി മാത്രമാണുള്ളത്. 7 വർഷം മുമ്പ് മരിച്ച ഭർത്താവിന്റെ കുടുംബത്തിന് വസ്തുവിൽ അവകാശമുണ്ടെന്ന വാദമാണ് വില്ലേജ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഭർത്താവിന്റെ അമ്മയിൽ നിന്ന് സമ്മതപത്രം വേണമെന്ന് വില്ലേജ് അധികൃതർ ആവശ്യപ്പെട്ടു. എന്നാൽ സമ്മതപത്രം നൽകിയെങ്കിലും കുടുംബത്തിലുള്ള എല്ലാവരുടെയും സമ്മതപത്രം വേണമെന്നാണ് ഇപ്പോൾ അധികൃതർ ആവശ്യപ്പെടുന്നത്. പിന്നെ ഞാൻ ലൈഫിന്റെ വീടിന് കൊടുത്തിട്ട് 5 വർഷമായി. എനിക്ക് 2 പെൺപിള്ളേരാണ്. ഭർത്താവ് മരണപ്പെട്ടു. 6 കൊല്ലം കഴിഞ്ഞു. 6 കൊല്ലം ആഗസ്റ്റ് ആകുമ്പോൾ 6-7 കൊല്ലം ആവും. പിന്നെ വീട് ഞാൻ കൊടുത്തിട്ട് എനിക്ക് ഇന്നുവരെയും നീതി കിട്ടിയിട്ടില്ല. ഓൾറെഡി ലിസ്റ്റിനകത്ത് പേരുണ്ട്. പിന്നെ പേര് വന്ന് ഞാൻ എല്ലാം പ്ലാനെല്ലാം വരച്ച് കൊണ്ടുപോയി കൊടുത്തപ്പോൾ വില്ലേജ് ഓഫീസർ ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ തരാൻ. അവർക്ക് വലിയ പാട് തരാനായിട്ട്. പിന്നെ എല്ലാം കൊടുത്ത് ഞാൻ MLA യും എല്ലാം പോയി കണ്ടിട്ട് വില്ലേജ് ഓഫീസർ തടസ്സം പറയുന്ന പെങ്ങന്മാർക്ക് കൂടെ അവകാശം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ വില ആധാരം വാങ്ങിച്ചു തന്നു. എന്റെ സ്വർണം വിറ്റ് 3.5 സെന്റ് വസ്തുവുള്ളൂ. എന്റെ സ്വർണം വിറ്റ് ഞാൻ വാങ്ങിച്ച വസ്തു ഇത്. അധികൃതരുടെ അനാസ്ഥയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. വീടിന്റെ എല്ലാ ഭാഗവും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ജനലിന് കതകുകളുമില്ല. ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ കൊണ്ട് വീട് മറച്ചിരിക്കുകയാണ്. പലപ്പോഴും പാമ്പിന്റെ ശല്യം ഉൾപ്പെടെ വീട്ടിൽ ഉണ്ടാകാറുണ്ടെന്ന് റാഹിന പറയുന്നു. എന്റെ ഹസ്ബൻഡിന്റെ പേരിലാണ് ഈ വസ്തു വെച്ചേക്കുന്നത്. പക്ഷേ അറച്ചുടപ്പില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ മോള് വയസ്സ് അറിയിച്ചു കഴിഞ്ഞാൽ എന്റെ ഉമ്മയുടെ വീട്ടിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇവിടെ നിർത്താൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഒന്നാമത്തെ കാര്യം അടുക്കളയൊന്നുമില്ല. ബാത്റൂം ആണെങ്കിൽ മൊത്തം പോയിരിക്കുകയാണ്. എനിക്ക് വേറെ നിവൃത്തിയില്ല. എനിക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഈ ലൈഫിന്റെ വീട് ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. എന്തെങ്കിലും വിധി ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഈ വീട് വെച്ച് എന്റെ മക്കളായിട്ട് സേഫ് ആയിട്ട് ഞാൻ കിടന്നേനെ. അടുക്കളയില്ല. ഒന്നാമത്തെ കാര്യം. ബാത്റൂം മൊത്തം പൊട്ടിപ്പോകണം ഞാൻ ഇരിക്കുന്നത്. വീടിന്റെ ജീർണാവസ്ഥ മൂലം ഇളയ മകളെ റാഹിന അമ്മയുടെ വീട്ടിലാണ് നിർത്തിയിരിക്കുന്നത്. ഇവരുടെ വീടിന്റെ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ റവന്യൂ വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.